അപ്പോൾ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ എടുത്തത്, ട്രൈപ്പോഡ് വെച്ചിട്ടാണ് എടുത്തിരുന്നത്. പക്ഷേ അത് അലൗഡ് ചെയ്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ സ്റ്റിക്ക് എടുത്ത് ബാഗിലെടുത്ത് വെച്ചു. അപ്പോൾ സെക്യൂരിറ്റി ഒന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അതിൽ പിടിച്ചു കഴിഞ്ഞിട്ട് ഹൈദരാലി എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഡെല്ലാം മാറ്റിക്കൊണ്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് കല്ല് ഉപയോഗിച്ച് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ഇത് ബിൽഡ് ചെയ്യാണ് ചെയ്തത്. ജയിലിലേക്കും കാര്യങ്ങളും കണ്ടത് ഈ അറ നോക്കി ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിടും. ഉണ്ടോ, കുറ്റവാളികളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിടും. കംപ്ലീറ്റ്ലി ഇരുട്ടാണ് ഇതിൻ്റെ അകത്ത്. ഉണ്ടോ അതിൻ്റെ. ഹലോ ഗൈസ്, KJ ഫാൻ ജിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു നമ്മളിപ്പോൾ കറൻ്റിൽ നിൽക്കുന്നത് ബംഗളൂരിലാണ്. അപ്പോൾ ബംഗളൂരിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ റൂം എടുത്തു. അപ്പോൾ റൂം എടുത്തിട്ട് ഇന്നിപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗളൂർ ഫോർട്ട്, അതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ്, അതേപോലെ തന്നെ ഒരു ടിപ്പു സുൽത്താൻ്റെ ഇവിടെ ഒരു ആർമറിയുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി എല്ലാ ഇതും പാക്കൊക്കെ ചെയ്തു, എല്ലാ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ഞാൻ റൂം വെക്കേറ്റ് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. പിന്നെ നമുക്ക് രാവിലത്തെ ഭക്ഷണം ഒന്ന് കഴിക്കണം. എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകണം എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നോക്കി പോയിരുന്നു. ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടോ, ഒരുപാട് ഇത് സംഭവങ്ങളൊക്കെ വെക്കുന്നുണ്ട്, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഇതുണ്ടോ ഇവിടെ പപ്പായൊക്കെ ഉണ്ടോ, പപ്പായൊക്കെ പാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് പാക്ക് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു വരുന്നതിനകത്ത്. ഓൾറെഡി നമ്മുടെ ആ ഭാഗത്തു നിന്നൊക്കെ പാക്ക് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. എല്ലാവരും ഇതായിട്ട് ഭയങ്കരമായിട്ട് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി. ഹോട്ടൽ നോക്കട്ടെ, ഹോട്ടൽ നോക്കാൻ തപ്പി പിടിക്കണം. പൊറോട്ടയും മുട്ടക്കറിയാണ് ഓർഡർ ചെയ്തേക്കണം. ഇത് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇത് രണ്ടാണ് ഓർഡർ ചെയ്തേക്കണം. ഗൈസ്, അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ ഇറങ്ങി. ഇപ്പോൾ ബംഗളൂർ ഫോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കയറിയ കട ഒരു കാസർഗോഡുകാരൻ്റെ ആയിരുന്നു കേട്ടോ. ആള് ക്യാമറയിൽ വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര ഷൈ, അത് ഭയങ്കരമായിട്ട് ക്യാമറയിൽ വരുന്നില്ലെന്ന് പറഞ്ഞു. അത് കാരണം പുള്ളിനെ കയറിയില്ല. പുള്ളി ഹോട്ടലിലാണ് കയറിയത്. പുള്ളി കാസർഗോഡ് ആണ്, പുള്ളിയുടെ ഫാമിലിയൊക്കെ കാസർഗോഡാണ്. ഇവിടെ ഹോട്ടൽ നടത്തുന്നത് 10-15 വർഷമായിട്ട് പുള്ളി ഇവിടെ ഹോട്ടൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ അറിയാതെയാണ് കയറിയത്. പുള്ളിനോട് ചോദിച്ചു കഴിഞ്ഞപ്പം ബ്ലോഗ് ചെയ്യണ ചാനലും കാര്യങ്ങളൊക്കെ ചോദിച്ചു, ചാനൽ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അപ്പോൾ പുള്ളിന് ചാനൽ അപ്പോൾ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നല്ല മനുഷ്യൻ കേട്ടോ, മലയാളി ആയതുകൊണ്ട് എനിക്ക് പിന്നെ അധികം ഭക്ഷണത്തിന് ചോദിക്കേണ്ടി ഒന്നും വന്നില്ല. ആളുകളോട് പറയേണ്ടി ജസ്റ്റ് പറഞ്ഞു. പുള്ളിക്ക് മലയാളിയാണെന്നുള്ള ഞാൻ മലയാളിയാണെന്നുള്ള ആരെക്കുറിച്ച് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണല്ലോ, മലയാളികളൊക്കെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചറിയും. കഴിഞ്ഞ ദിവസം ഞാൻ ഹിച്ചേക്ക് ചെയ്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്തു മലയാളികളെ. അപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ആൾക്കാരൊക്കെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. വേസ്റ്റൊക്കെ ഇട്ടേക്കുന്നുണ്ടോ, ഇവിടെ എല്ലാ നഗരങ്ങളിലും ഇതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ഡെവലപ്ഡ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എവിടെ ചെന്നാലും നമ്മുടെ കേരളത്തിലോട്ട് മോശമൊന്നുമില്ലെന്ന് ഞാൻ പറയാൻ പറ്റുമോ. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ട്രാഫിക്കിൻ്റെ അകത്ത് കൂടെ റോട്ടിൽ കൂടെ സെൻറ്ററിൽ കൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ട്രാഫിക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ റോഡിന് അടുക്കി കൂടെ ഇപ്പോൾ നടക്കുന്നത്, അരികു ചേർന്ന്. കാരണം നമുക്ക് റൈറ്റ് കട്ട് ചെയ്യണോണ്ട് റിസ്ക് എടുക്കാൻ വയ്യല്ലോ. അപ്പോൾ നമ്മൾ സിഗ്നലിൻ്റെ അകത്തോട്ട് കറക്റ്റായിട്ട് വരികയും ചെയ്തു. അപ്പം ഞാൻ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വേഗം നടക്കുകയാണ്. ബാക്കിൽ വണ്ടിയുണ്ട്, ഓടിക്കോ. അങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ കവാടം കാണുന്നുണ്ട്. ഒരു വലിയ ക്ഷേത്രത്തിൻ്റെ സമുച്ചയമാണ് കാണുന്നത്. ഇത് കണ്ടോ, പശുക്കളൊക്കെ കണ്ടോ. വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടിയാണ് തോന്നുന്നതൊക്കെ. ക്ഷേത്രത്തിൻ്റെ അകത്തേക്കുള്ള സമുച്ചയമാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് അവിടെ നിന്ന് ഇപ്പം ആ ബസ്സുകൾ വന്നില്ല, അവിടെ നിന്ന് നമുക്ക് റൈറ്റിലേക്ക് കട്ട് ചെയ്യണം കേട്ടോ. അപ്പം അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം. കാണുന്നത് ബംഗളൂരിൻ്റെ ഒരു പാർട്ടുണ്ട്, വേറൊരു ഏരിയ കരിമ്പും കാര്യങ്ങളൊക്കെ അവിടെ പുതിയുണ്ട്. ഒരു മാർക്കറ്റ് ഏരിയയിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് കേട്ടോ. ഒരുപാട് സാധനങ്ങളെല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. പച്ചക്കറികളും ചോളം, മല്ലി, ഇതുണ്ടോ മല്ലി, ഇതൊക്കെ കിടക്കുന്ന നോക്കി, മല്ലിയിലേക്ക് കിടക്കുന്ന നോക്കി കുന്നൂട്ടിട്ടേക്കുക. പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഏരിയ ഉണ്ടോ നിങ്ങൾ കാണണേ. ബംഗളൂരിൻ്റെ ഒരു സൈഡ്, നോർത്ത് സൈഡിലുള്ള
മാർക്കറ്റ് ഏരിയയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ബാംഗ്ലൂരിൻ്റെ വേറൊരു ഇതാണ് കാണുന്നത്. നമ്മൾ സാധാരണ കാണുന്ന ബാംഗ്ലൂരിൻ്റെ ഇത് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദി ടെക്ക് സ്ട്രീറ്റുകളിൽ ഒന്നാണിത്. അതായത് ഇന്ത്യയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ എന്താ പറയുക എൻ്റർപ്രൈസസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഓർഗനൈസേഷൻസൊക്കെ കൂടുതലായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റിയാണ് നമ്മുടെ ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെയൊക്കെ വേറൊരു പതിപ്പാണ്. അതിൻ്റെ അകത്ത് തന്നെ ഉള്ള പലതരത്തിലുള്ള ജീവിതങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഒരു സൈഡ് എല്ലാ സൈഡും നമ്മൾ കവർ ചെയ്യണമല്ലോ. ഈ സൈഡൊക്കെ നമ്മൾ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് പറ്റുമോ എന്ന് അറിയില്ല, നോക്കട്ടെ. എൻട്രി അത് അതിൻ്റെ കയറിപ്പോകുന്ന പടികൾ കയറിപ്പോകുന്നതാണ്. ഇതിൻ്റെ അകത്തോട്ട് കയറണം. നമ്മൾ പയ്യെ അകത്തോട്ട് കയറി നോക്കണം. ഇപ്പോൾ ഞാനാണെന്നോ ആദ്യത്തെ ബാംഗ്ലൂർ ഫോർട്ടിൽ ഇവിടുത്തെ ഓരോരോ ഇത്രയും എൻ്റെ ബോളിൻ്റെയൊക്കെ ഉയരം നോക്കി ഗൈസ്. എന്താണ് ഇത്രയും വലിയ ഇത്? എന്തൊക്കെയുണ്ടല്ലോ ഇതിൻ്റെ ഉയരം കണ്ടോ? ബോളിൻ്റെ ഉയരം കണ്ടോ? ഇത് വലിയ ഇതാ നോക്കി. ഇവിടെ ഒരു ഇതിൻ്റെയൊക്കെ പ്രതിമ ഉണ്ട് കേട്ടോ. ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. അമ്പലത്തിൻ്റെ സംതിങ് പ്രതിഷ്ഠയാണെന്ന് തോന്നുന്നു ഗൈസ്. വേണ്ടോ ആരാധനാലയം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു തുരങ്കം പോലെയാണ് കേട്ടോ. തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടിയത്. തുരങ്കം കയറി വരുമ്പോൾ ഒരു വലിയൊരു മൈതാനം കാണാൻ പറ്റും. വിരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇതൊക്കെ പൊക്കം കണ്ടോ? ഇതൊക്കെ പൊക്കം തന്നെയാണ്, ഭയങ്കര വലുത്. ഇത്രയും വലിയ ഇതാ കൺസ്ട്രക്ഷൻ തന്നെ ആലോചിച്ച് നോക്കി. എന്തോരം കല്ലുകൾ വെച്ചിട്ടാണ് ചെയ്യണമെന്ന് നോക്കി. ഇത്ര ദൂരം കണ്ടത്, ഇത്രയും മുഖത്തിലാണ് ഇരിക്കുന്നത്. ഇത്രയും അവിടെ രണ്ടുമൂന്ന് പേര് ഇപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ എടുത്തത്, ട്രൈപ്പോഡ് വെച്ചിട്ടാണ് എടുത്തിരുന്നത്. പക്ഷേ അത് അലൗഡ് ചെയ്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ സ്റ്റിക്ക് എടുത്ത് ബാഗിലെടുത്ത് വെച്ചു. അപ്പോൾ സെക്യൂരിറ്റി ഒന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഈ ഫോർട്ടിൻ്റെ ചരിത്രം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഈ ഫോർട്ട് നിർമ്മിച്ചത്, അതായത് ഈ കോട്ട നിർമ്മിച്ചത് വിജയനഗര എംപയറിലെ ഉണ്ടായിരുന്ന ഒരു കെംപ് ഗൗഡ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. അദ്ദേഹമാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ആദ്യം രൂപകൽപ്പന ചെയ്തത് അത് വിജയനഗര എംപയറിൻ്റെ സമയത്തായിരുന്നു ഈ ഫോർട്ട് ബിൽഡ് ചെയ്തിരുന്നത്. അതിനുശേഷം 1761 ഈ കോട്ട നമ്മുടെ ഹൈദർ അലി, മൈസൂർ സമയത്ത് നമ്മുടെ ശ്രീരംഗപട്ടണം ആ ഭാഗത്ത് ഹൈദർ അലിയുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഇൻഫ്ലുവൻസ് ഹൈദർ അലി ഉയർന്നു വരുന്നത് ശ്രീരംഗപട്ടണത്താണെന്നറിയാം. അപ്പോൾ മൈസൂരിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്യാപിറ്റലും കൂടിയായിരുന്നു ശ്രീരംഗപട്ടണം. അപ്പോൾ അവിടെ നിന്ന് ഹൈദർ അലി പിടിച്ചടക്കി 1761 ഈ ഫോർട്ട് പിടിച്ചടക്കുകയും ഈ ഫോർട്ടിന് ആദ്യം നിർമ്മിച്ചിരുന്നത് കളിമണ്ണ് കൊണ്ടാണ് ഈ ഭിത്തികളെല്ലാം നിർമ്മിച്ചിരുന്നത്. പിന്നീട് അത് ഹൈദർ അലി വന്നതോടുകൂടി ഹൈദർ അലി എന്ത് ചെയ്തു, ഈ പറയുന്ന വോളുകളെല്ലാം മണ്ണ് മാറ്റിക്കൊണ്ട് സ്റ്റോൺ വെച്ചിട്ട് ബിൽഡ് ചെയ്തു. അതിനുശേഷം ടിപ്പു സുൽത്താൻ ഈ ഒരു ഭാഗത്തേക്ക് എക്സ്പാൻഷൻ സംഭവിച്ചതോടുകൂടി ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തു, ഈ ഒരു കോട്ട ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കി, കുറച്ച് ഈ പറഞ്ഞ പോലെ ഈ വോളിനൊക്കെ നല്ലോണം ഹൈറ്റ് കൂട്ടി, അങ്ങനെല്ലാം ഇമ്പ്രൂവ് ആക്കിക്കൊണ്ട് എന്ത് ചെയ്തു, ഇതൊരു മിലിറ്ററി കോട്ടയായിട്ട് മാറ്റാനുണ്ടായത് ടിപ്പു സുൽത്താൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടിപ്പു സുൽത്താൻ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരായിട്ട് അത്ര നല്ല രസത്തിലൊന്നും ആയിരുന്നില്ല പോയിരുന്നത്. അപ്പോൾ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്ന സമയം വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ മൈസൂർ വാർ, അതായത് 1790-92 ഇടയിൽ നടന്ന തേർഡ്
മൈസൂർ വാറിലാണ് ഈ ഒരു കോട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുക്കുന്നത്, ടിപ്പു സുൽത്താനിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്. ആ സമയത്ത് ഈ പറയുന്ന ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നയിച്ചിരുന്നത് ലോർഡ് കോൺവാലിസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പടയായിരുന്നു ഇവിടെ വന്ന് നമ്മുടെ ഈ ഒരു കോട്ട പിടിച്ചെടുക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി മിലിറ്ററി പർപ്പസിന് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഫോർട്ട് ആയിരുന്നു ഇത്. അതിന് വേണ്ടി മാത്രം. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പോൾ ഇത്രയും ഉയരവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു മിലിറ്ററി എക്യുപ്മെൻസിന് വേണ്ടി മാത്രമായിരുന്നു. കണ്ടോ, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ കണ്ടോ ആ ഒരു ഇതുണ്ടോ, അവിടെയൊക്കെ കനോണും കാര്യങ്ങളൊക്കെ അവിടെ ഫിക്സ് ചെയ്തിരുന്നുണ്ടോ. അവിടെയൊക്കെ ആർമീസും കാര്യങ്ങളൊക്കെ നിന്നിരുന്നു. ഇവിടെ എല്ലാം ഈ പട്ടാളക്കാരും എല്ലാവരും നിന്നിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇത്രയും പോകും. അപ്പോൾ ഇത്രയും ഉയരത്തിൽ ഇത് പണി ചെയ്യിപ്പിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി മാത്രമാണ് ചെയ്തേക്കുന്നത്. അത്രയധികം സെക്യൂരിറ്റി ടിപ്പു സുൽത്താൻ ഇതിന് വേണ്ടിയിട്ട് നടത്തി, അതായത് അതിന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു കോട്ടയാണത്. അത് മാത്രമായിരുന്നില്ല, ഇപ്പോൾ നമ്മൾ ഈ ടിപ്പു സുൽത്താൻ്റെ ഭരണ സമയത്ത് പിടിച്ചടക്കുന്ന കുറ്റവാളികളുണ്ടല്ലോ, കുറ്റവാളികളെയൊക്കെ നമ്മൾ അടയ്ക്കുന്നത്, അതായത് കുറ്റവാളികളെയൊക്കെ ജയിൽ പോലെ അടക്കിയിരുന്ന സ്ഥലം കൂടിയായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പിടിച്ചെടുക്കുന്ന ഒരുപാട് കുറ്റവാളികളെ ഇതേപോലെയുള്ള ജയിലിലേക്കും കാര്യങ്ങളൊക്കെ ഈ അറ നോക്കി ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിടും. ഉണ്ടോ, കുറ്റവാളികളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിടും. കംപ്ലീറ്റ്ലി ഇരുട്ടാണ് ഇതിൻ്റെ അകത്ത്. ഉണ്ടോ, അതിൻ്റെ അകത്ത് ഒരു രഹസ്യറ പോലെയാണ് സംഭവം. അതായത് നമ്മൾ ഈ തുരങ്കപാത എന്നൊക്കെ പറയത്തില്ലേ, ഇപ്പോൾ അതായത് ഈ മിലിറ്ററി നിങ്ങൾക്കറിയാം, മിലിറ്ററി എല്ലായിടത്തും ചെയ്യുമ്പോൾ അതിൻ്റേതായ എന്താ പറയുക രഹസ്യപരമായിട്ടുള്ള അറകളും കാര്യങ്ങളും ഉണ്ടാവും. ഇവർക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തിൽ കൂടി, അതായത് ഈ ഫോർട്ടിൻ്റെ അകത്തിൽ കൂടി താഴത്തിൽ കൂടിയൊക്കെ ഈ തുരങ്കപാതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രിയും കൂടിയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത്. അതേപോലെ തന്നെ ഇവിടെ ജയിലും, അതായത് കുറ്റവാളികളെ ചെയ്തിട്ട് ഇതേപോലെയുള്ള അറകളിൽ കൊണ്ടുവന്നിടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ. അപ്പോൾ ആ സമയത്ത് ടിപ്പു സുൽത്താൻ പിന്നെ ഓൾറെഡി പുള്ളിക്കാരൻ്റെ കയ്യിലിരിപ്പോണ്ട് പുള്ളിക്ക് ശത്രുക്കളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പുള്ളിക്ക് എവിടെ തന്നെ ശത്രുക്കളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഇത്രയധികം നോക്കിയത്, ഇത്രയധികം ഹൈലി സെക്യൂർഡായിട്ട് ഇത്രയധികം ഹൈറ്റിലും കാര്യങ്ങളൊക്കെ ബലത്തിലും, അതായത് എന്തോരം സ്ട്രോങ് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളൊരു കോട്ടയാണ് അത്. അപ്പോൾ ഞാൻ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് വെച്ചാൽ ഇന്നിപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ മാർക്കറ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റി. ഞാൻ അങ്ങനെ ഒരു കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചല്ല, പക്ഷേ ആ ഒരു വാക്കിങ് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഏരിയ ഫുൾ കവർ ചെയ്യാനും പറ്റി. അതേപോലെ തന്നെ ഈ ബംഗളൂരു ഫോർട്ടും നമ്മളിതിനകത്ത് ഈ ഒരു എപ്പിസോഡിൽ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ദിവസം നമുക്ക് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസും അതേപോലെ തന്നെ ആർമറി, ടിപ്പു സുൽത്താൻ്റെ ആർമറിയാണ് അടുത്ത എപ്പിസോഡിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇത് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത എപ്പിസോഡ് വരെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.